ഇന്ന് പരിപാവനമായ ശഅബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഒരു 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വലിയ പ്രതിഫലമാണ്. ഏതൊക്കെയാണ് മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന 5 കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മളിൽ പല ആളുകളും സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണ്. അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഫിഖ്ഹിന്റെ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതുന്നു, ഇനിയുള്ള നോമ്പ് പിടിക്കൽ ഹറാമാണ്. ആർക്കാണ് ഹറാമ്? എന്തുകൊണ്ടാണ് ഇനി നോമ്പ് പിടിക്കൽ ഹറാമ്? നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധമായ ശഅബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ വീഡിയോ കണ്ട ഈ സമയം മുതൽ നമ്മളെല്ലാവരും പതിവാക്കേണ്ട 3 ദുആകളുണ്ട്. ഈ 3 ദുആ പതിവാക്കിയാൽ തന്നെ നമ്മുടെ ദുനിയാവും രക്ഷപ്പെട്ടു, നാളെ ആഖിറവും രക്ഷപ്പെട്ടു. ഏതാണ് ആ 3 ദുആകൾ? നമുക്കൊന്ന് പഠിച്ചാലോ? പവിത്രതകൾ ഏറെ നിറഞ്ഞ ശഅബാൻ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ഇന്ന് പവിത്രമായ ശഅബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകൽ, മൂന്നാം വെള്ളിയാഴ്ച പകൽ. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണല്ലോ ശഅബാൻ. എന്നാൽ ഇനി പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പൂർണ്ണമായും ഈ ശഅബാനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകൾ കരുതുന്നുണ്ടാകും, ശഅബാൻ 15 കഴിഞ്ഞു, ശഅബാൻ 15-ൻ്റെ അന്ന് ബറാഅത്തിൻ്റെ രാവിൻ്റെ അന്ന് 3 യാസീൻ ഓതി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർ സിയാറത്ത് ചെയ്തു, ദുആ ചെയ്തു, പിറ്റേന്ന് നോമ്പ് പിടിച്ചു, കഴിഞ്ഞു. ഇനി റമദാൻ വരട്ടെ, റമദാനിൽ ഇനി ബാക്കിയുള്ള അമലുകൾ ചെയ്യാം എന്ന് പറഞ്ഞ് റമദാനിലേക്ക് പെൻഡിങ് വെക്കുന്ന ആളുകളുണ്ട്. പറ്റില്ല. ഇനിയുള്ള ദിവസങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് അള്ളാഹുവിൻ്റെ വലിയ ഓഫറുകൾ നമുക്ക് വെച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് ശഅബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്, നാളെ പകലാണ്. ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ്, ആ അമലുകൾ പറയുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും ചെറിയൊരു ഉണർത്തൽ നൽകുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കുമാറാവട്ടെ, ആമീൻ. ഇനി മഹാന്മാരായ ഉലമാക്കൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്ന വളരെ ഗൗരവകരമായ ഒരു കാര്യമുണ്ട്. അതായത് ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങൾ ഏകദേശം 2 ആഴ്ചയോളം, ആ 2 ആഴ്ചയോളം സുന്നത്ത് നോമ്പ് പിടിക്കൽ നമുക്ക് ഖൈറാണ്. സുന്നത്ത് നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലം ഉണ്ട്. എന്നാൽ ചില ആളുകൾ ഇനിയുള്ള ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ്. സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമോ? അതെ, ഹറാമാണ്. എങ്ങനെയാണ്? അതായത് ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ശഅബാൻ 18, 19, 20, 21 ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ, നമുക്ക് സുന്നത്ത് നോമ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ പിടിക്കുകയാണെങ്കിൽ റമദാൻ കടന്നു വന്നാൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊരു മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ്. അതായത് സുന്നത്ത് നോമ്പ് പിടിക്കൽ കൊണ്ട് റമദാനിലെ ഫർളാക്കപ്പെട്ട നോമ്പ് പിടിക്കാൻ പറ്റൂല എന്നൊരു മനുഷ്യന് തോന്നിയാൽ അവൻ ഈ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പരമാവധി നമ്മൾ റമദാനിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. എങ്ങനെ? മാനസികമായും ശാരീരികമായും. ഈ ശാരീരികമായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പല ആളുകളും ചിലപ്പോൾ നോമ്പ് പിടിക്കണം, അത് വളരെയധികം സുന്നത്താണ്, ഖൈറാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ച് അവസാനം റമദാൻ 1, 2 ആകുമ്പോൾ തളർന്നു പോകുന്നു, മൂത്രത്തിന് പ്രയാസമുണ്ടാകുന്നു. കാരണം ഇത്ര ദിവസം നോമ്പ് പിടിച്ച് പകലിൽ വെള്ളം കുടിക്കാതെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, കുടിക്കാതെ വന്ന് റമദാനിൽ ഭയങ്കര ശാരീരികമായ തളർച്ച വരുന്നു. എന്തേ? ശഅബാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചത് കൊണ്ട്. അതുകൊണ്ട് നോമ്പ് പിടിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നോമ്പ് പിടിക്കാൻ ശാരീരികമായി ആരോഗ്യമുള്ള, മാനസികമായി ത്രാണിയുള്ള, റമദാനിലേക്ക് 30 നോമ്പും പിടിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള, ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ ബക്കലാണ്. നമ്മളിപ്പോൾ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും റമദാനിൽ അള്ളാഹു തീരുമാനിച്ചാൽ കിടന്നു
പോകും, അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് നോമ്പ് പിടിച്ചാൽ റമളാനിലും നോമ്പ് പിടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ, ശഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയുള്ള ദിവസം, ഇനി ശഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ എനിക്ക് റമളാനിലുള്ള ഫർളായ നോമ്പ് പിടിക്കാൻ പറ്റൂല എന്നൊരു മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ അവൻ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് ഫിഖിഹിൻ്റെ കിതാബുകളിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ കടന്നു വരികയാണ്. എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളി. പറയാനുള്ളത് 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്താൽ തന്നെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ഇത് മഹാന്മാർ എഴുതി വെക്കുകയാണ്. 5 കാര്യങ്ങൾ നമ്മൾ പറയണ്ട, അതിനെപ്പറ്റി എഴുതണ്ട, അതിനെപ്പറ്റി നമ്മൾ കേൾക്കണ്ട, മറിച്ച് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ, നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിക്റുൽ മൗത്ത്, മരണത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ശഅബാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ്, നാളെ പകൽ കടന്നു വരികയാണ്. ഈ സമയത്ത് 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹു പ്രതിഫലം നൽകും. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തേത് ദിക്റുൽ മൗത്ത്, മരണസ്മരണ ഉണ്ടാവലാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ അധികമായി ഓർക്കണേ. അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ നന്മകൾ ഉയർന്നു വരാൻ, നന്മകൾ ഒന്നുകൂടി വർദ്ധിക്കാൻ കാരണമാണ് എന്ത്? മരണത്തെ പറ്റി ചിന്തിക്കുക. അള്ളാഹുവേ, ഞാൻ നാളെ മരിക്കേണ്ടവനാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചു പോവേണ്ടവനാണല്ലോ. എൻ്റെ കൂട്ടുകാരിൽ പല ആളുകളും മരണപ്പെട്ടു പോയി, എൻ്റെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി, എന്നേക്കാൾ ആരോഗ്യമുള്ള ഒരുപാട് പേര് മരണപ്പെട്ടു പോയി, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി, ഞാനും മരിക്കേണ്ടതാണല്ലോ, മരണം എപ്പോഴായിരിക്കും? ഇങ്ങനെ മരണത്തെപ്പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ കൂലി കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരിക്കൽ ഒരു മഹാനിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ തങ്ങളെ, എനിക്ക് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല, കൈ കെട്ടിയാൽ മറ്റ് ചിന്തകളാണ്, ഞാൻ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, 1, നീ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യമായി ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ, ഇനി വരുന്ന ളുഹ്ർ നിസ്കാരം അല്ലെങ്കിൽ അസ്ർ, മഗ്രിബ്, ഇശാ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ചിട്ട് നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല ഇഖ്ലാസ് നിനക്കുണ്ടാകും. കാരണം ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മരിച്ചു പോകും എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടായാൽ നിനക്ക് നല്ലതുപോലെ നിസ്കരിക്കാൻ പറ്റും. ഈ ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം, നമ്മൾ തൊവാഫ് ചെയ്യുമല്ലോ. സാധാരണ നമ്മൾ 1-ാമത്തെ ഉംറ 2-ാമത്തെ ഉംറയിലൊക്കെ ഇങ്ങനെ തൊവാഫ് ചെയ്യുമ്പോൾ നമുക്ക് പല ചിന്തകളൊക്കെ വരും. പക്ഷേ അവസാനത്തെ വിദാഇൻ്റെ ഒരു തൊവാഫുണ്ട്. അല്ലാഹുവേ, അല്ലേ, ആ ഒരു തൊവാഫ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ആത്മനിർവൃതിയായിരിക്കും ഉണ്ടാവണം അങ്ങനെ. കാരണം റബ്ബേ, ഞാനിതാ കാബയോട് വിട പറഞ്ഞ്, മക്കയോട് വിട പറഞ്ഞ് ഇതാ അവസാനമായി തൊവാഫ് ചെയ്യുകയാണ്. ഈ തൊവാഫ്, ആ തൊവാഫ് ഇനി എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ തൊവാഫാണോ? എൻ്റെ ഈ കാണുന്ന കാബയെ കാണുന്ന ഈ കാഴ്ച എൻ്റെ അവസാനത്തെ കാഴ്ചയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്ന ആളുകളുണ്ട്. എത്രയോ ഉമ്മമാരും എത്രയോ ഉപ്പമാരുമായാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ വിദാഇൻ്റെ തൊവാഫ് ചെയ്യുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത്, അപ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ 1-ാമതായി ചിന്തിക്കേണ്ടത് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. 2-ാമത്തേതോ, നീ നിസ്കരിക്കുമ്പോൾ നിന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതുഭാഗത്ത് നരകമുണ്ട് എന്ന ചിന്തയോടുകൂടി നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരത്തിന് വലിയ ശ്രദ്ധ കിട്ടുന്നതാണ്. 3-ാമത്തതോ, എൻ്റെ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത. അതായത് ഈ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മരിക്കും എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നീ നിസ്കരിച്ചാൽ നിനക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടാകും നിസ്കാരത്തിൽ. അപ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കൽ, അത് ചിന്തിച്ചാൽ തന്നെ
മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ഒരുപാട് എന്തെങ്കിലും പറയണമെന്നില്ല, നാവ് കൊണ്ട് പറയേണ്ട മരണത്തെപ്പറ്റി, മറിച്ച് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ ഈ വസ്ത്രം, എൻ്റെ കമീസ്, എൻ്റെ ഷോള്, എൻ്റെ തൊപ്പി, അതുപോലെ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രങ്ങൾ, ഇതിൽ അഴുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ കഴുകി ശുദ്ധിയാക്കും. അപ്പോൾ അഴുക്കുകളൊക്കെ പോകും. എന്നതുപോലെ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ അഴുക്കുകൾ മാറ്റാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു മരുന്നാണ്, ഒരു സോപ്പ് പോലെയാണ്. എന്ത്? മരണസ്മരണ. മരണത്തെ പറ്റി ഓർക്കൽ എന്തുണ്ട്? നമ്മുടെ ഹൃദയത്തിൻ്റെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അസൂയുണ്ട്, കുശുമ്പുണ്ട്, ദേഷ്യമുണ്ട്, ഒരുപാട് വേണ്ടാത്ത ചിന്തകളുണ്ട്. ഇതൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരേ ഒരു മരുന്ന് അത് ദിക്റുൽ മൗത്ത്, മരണസ്മരണയാണ്. മുത്ത് റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ 25 പ്രാവശ്യം ഒരു ദിവസം മരണത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ അവനിക്ക് ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ ദിക്റുന്നാർ, നരകത്തെ പറ്റി ഒന്ന് ചിന്തിക്കണേ. നരകത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ്, നരകമോചനം നമുക്ക് കിട്ടുന്നതാണ്. അല്ലാഹു തആല നരകമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കരയുകയാണ്. ആയിഷ ബീവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിച്ചു, എന്തേ ആയിഷ, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, രോഗമുണ്ടോ, ശരീരത്തിന് എന്തെങ്കിലും വേദനയുണ്ടോ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ആയിഷ ബീവി പറയുന്നു, നബിയേ, എൻ്റെ ശരീരത്തിന് കുഴപ്പവുമില്ല, താങ്കൾ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമല്ല, മറിച്ച് ഞാൻ നരകത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു. നബിയേ, ഞാനൊന്ന് നരകത്തെ പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചു പോയതാണ്. ആ സമയത്ത് തന്നെ നരകത്തിൻ്റെ അവസ്ഥകൾ ഓർത്തിട്ട്, നരകത്തെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷെ അതിൻ്റെ ആ രൂപവും ഭാവമൊക്കെ വെറുതെ ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ കരഞ്ഞതാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ആയിഷ, നരകത്തെ പറ്റി ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലും നരകമോചനം അള്ളാഹു അവനിക്ക് കൊടുക്കാൻ കാരണമാകും. നരകത്തെ പറ്റി എന്തായിരിക്കും നരകത്തിൻ്റെ അവസ്ഥ? എന്താണ് അവിടുത്തെ ഹാല്, അവിടുത്തെ ചൂട്, അവിടുത്തെ ആ ഭയാനകരമായ ശിക്ഷകൾ, അതൊക്കെ ഒന്ന് വെറുതെ ചിന്തിച്ചാൽ തന്നെ വലിയ കൂലിയാണെന്നാണ്. അല്ലാഹു തആല ആ കൂലിയൊക്കെ കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം ദിക്റുൽ ഖബർ, ഖബറിനെ പറ്റിയുള്ള ചിന്തകൾ, സ്മരണ വരണം. എല്ലാ ദിവസവും, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ഖബർ മനുഷ്യനോട് വിളിച്ചു പറയുന്ന 4 വിളിയാളമുണ്ട്. ഒന്ന്, അനബൈത്തുൽ ഉൽമ, ഞാൻ ഇരുട്ട് നിറഞ്ഞ വീടാണ്. അനബൈത്തുൽ ദീദാൻ, പുഴുക്കളുള്ള വീടാണ്. അനബൈത്തുൽ വഹ്ശതി വ അനബൈത്തുൽ വഹ്ദതി, ഞാൻ ഏകാന്തതയുടെ പേടിപ്പെടുത്തുന്ന വീടാണ് എന്ന് ഓരോ ദിവസവും ഖബർ നമ്മളോട് വിളിച്ചു പറയും. അതായത് നമ്മൾ എവിടെയാണോ മരിച്ച് ഖബറിൽ ചെല്ലുന്നത്, നമ്മുടെ മണ്ണ് എവിടെയാണോ, നമ്മളെ സൃഷ്ടിക്കാൻ എടുത്തിരിക്കുന്ന മണ്ണിലേക്കായിരിക്കും നമ്മുടെ ശരീരം അള്ളാഹു കൊണ്ടുപോയി വെക്കുക. ആ ഒരു സ്ഥലത്തുള്ള മണ്ണ് നമ്മളോട് വിളിച്ചു പറയുമെന്ന്. പക്ഷെ നമ്മൾ കേൾക്കൂല. നമുക്ക് കേൾക്കാനുള്ള കേൾവി ശക്തി അള്ളാഹു തന്നിട്ടില്ല. തന്നിരുന്നുവെങ്കിൽ ഒരൊറ്റ തെറ്റുപോലും നമ്മൾ ചെയ്യില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് മുത്ത് റസൂല് പറഞ്ഞു തരുകയാണ്. ഖബർ അത് കേൾക്കുമ്പോൾ തന്നെ ഭയം വരണമെന്നാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് വഹദാന. മഹാനാ തഴവ ഉസ്താദ് പാടുന്നുണ്ട്. അപ്പോൾ ഖബറിനെ പറ്റി വെറുതെ ചിന്തിച്ചാൽ തന്നെ, അതിൻ്റെ അദാബുകളെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ തന്നെ വലിയ കൂലിയാണെന്നാണ്. അല്ലാഹു തആല ഖബറിൻ്റെ അദാബിനെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ഇനി നാലാമത്തേത് ദിക്റുൽ അംബിയാഇ ഇബാദ, അംബിയാക്കളെ പറ്റി ചിന്തിക്കുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലം, വെറുതെ ഒന്ന് ഇമാജിനേഷൻ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലം, ആദം നബിയുടെ കാലം, ആദം നബിയെ പറ്റി ചിന്തിക്കുന്നു, സുലൈമാൻ നബിയെ പറ്റി ചിന്തിക്കുന്നു. ഇങ്ങനെ പ്രവാചകന്മാർ, അവരുടെയൊക്കെ ചരിത്രം നമ്മളിങ്ങനെ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല സൗന്ദര്യമായിരുന്നു അല്ലേ? മൂസാ നബി ആ കടലിങ്ങനെ പിളർക്കുന്നു,
അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ നിർമ്മിക്കുന്നു. അതൊക്കെ വെറുതെ ഒരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ, ഈ പ്രവാചകന്മാരെ പറ്റി ഓർത്താൽ തന്നെ, എന്തിന് മുത്തുനബിയെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ ജീവിതത്തെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ എന്താണ് അത്? ഇബാദത്താൻ. നമ്മൾ ഇബാദത്ത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അഞ്ചാമത്തേത് ദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളായ ആളുകൾ, സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, മുൻകഴിഞ്ഞു പോയ മഹാന്മാർ, ഇവരെ പറ്റി, സ്വാലിഹീങ്ങളായ ഈ ആളുകളെ പറ്റി ചിന്തിക്കുന്നത് കഫാറത്തു ദുനൂബ്, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ കാരണമാണ്. അപ്പോൾ ഈ 5 കാര്യം ഓർത്താൽ തന്നെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് പരിശുദ്ധമായ ശഅബാൻ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ പകൽ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, കാർ ഓടിച്ചു പോകുമ്പോൾ, ഉമ്മമാരെ മീൻ മുറിക്കുമ്പോൾ, അല്ലെങ്കിൽ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ എത്രയോ മോശപ്പെട്ട ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ വലിയ പ്രതിഫലമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 3 ദുആ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ച് നൽകാം. ഈ 3 ദുആ നമ്മൾ ഇനി തൊട്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൃത്യമാക്കിയാൽ അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം ഉണ്ടാകും. ഒന്നാമത്തെ ദുആ എൻ്റെ ഉമ്മമാര് പഠിച്ചു വെച്ചോളി, എൻ്റെ ഉപ്പമാര് പഠിച്ചു വെച്ചോളി. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ അരക്കണം. ഇത് എഴുതിയെടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ മനഃപ്പാഠമാക്കിയോ നിങ്ങൾ ഈ ദുആ എപ്പോഴും പറയണം. എല്ലാ ദുആകളിലും ഒന്നാമത്തെ ദുആ എന്താണ്? നല്ല മരണം കിട്ടാനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീനാ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഇതാണ് ഒന്നാമത്. ഇതെന്ത് വലിയ ദുആ അല്ല, ചെറിയ ദുആയാണ്. നമ്മൾ പഠിച്ച് പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു ദുആയാണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ജ്അൽ ആഖിറ കലാമിനാ, അല്ലാഹുവേ ഇജ്അൽ, നീ ആക്കണേ, ആഖിറ കലാമിനാ, ഞങ്ങളുടെ അവസാനത്തെ വാക്കാക്കണേ, ഇൻദൽ മൗതി, മരണത്തിന്റെ സമയത്തുള്ള അവസാനത്തെ വാക്ക് ആക്കണേ, ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാക്കണേ. അല്ലാഹുവേ തവഫനാ മുസ്ലിമീനാ വൽഹിഖ്നാ ബിസ്സാലിഹീൻ, ഞങ്ങളെ നീ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ, അതുപോലെ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ ജ്അൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഈ ഒരു ദുആ നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്തെ ഒരു ദുആ എൻ്റെ ഉമ്മമാർക്ക് പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. നമ്മൾ മുമ്പും ഈ ദുആ പറഞ്ഞിട്ടുണ്ട്. കത്തിക്കാളുന്ന നരകത്തിൽ നിന്നുള്ള മോചനം. അല്ലാഹുവേ അജ്ർനീ, നീ എന്നെ കാക്കണേ, രക്ഷപ്പെടുത്തണേ, മിനന്നാർ, നരകത്തിൽ നിന്നും. അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. മൂന്നാമത്തേത് അല്ലാഹുവേ ഇന്നി, നിശ്ചയമായും ഞാൻ, അഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ട്. ഏതാണ് മൂന്നാമത്തെ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഈ ദുആ, ഈ 3 ദുആ നമ്മൾ ഇന്ന് തൊട്ട് എല്ലാ നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലും ഉൾപ്പെടുത്തണം. അല്ലാത്തപ്പോഴും ദുആ അരക്കണം. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കണം. പിന്നെ ആ നോമ്പിൻ്റെ കാര്യം നമ്മൾ മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റൂല, എനിക്ക് ശാരീരികമായി അസ്വസ്ഥതയുണ്ടാകും എന്നുണ്ടെങ്കിൽ ഇനിയുള്ള നോമ്പ് നമ്മൾ ഉപേക്ഷിക്കലാണ് ഏറ്റവും ഖൈർ. അതുപോലെ തന്നെ എപ്പോഴും ദുആ ചെയ്യുക, ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സൂറത്തുൽ വാഖിഅ മറന്നു പോവണ്ട, സൂറത്തു ദുഹാൻ മറന്നു പോവണ്ട, സൂറത്തുൽ മുൽക്ക്, പ്രത്യേകിച്ച് ഇന്ന് രാവ്, നാളെ പകൽ, വെള്ളിയാഴ്ച രാവ്, നാളെ പകൽ. അതുകൊണ്ട് സൂറത്തുൽ കഹഫ് നമ്മൾ മറന്നു പോവാൻ പാടില്ല. മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യുക, നേരത്തെ പള്ളിയിലേക്ക് പോവുക,
ജുമഅയുടെ സുന്നത്തുകൾ എടുക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈ ദിവസം അതുപോലെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം അനുകൂലമാക്കി തരുമാറാവട്ടെ. റമളാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് കഴിഞ്ഞ 2-3 വീഡിയോകൾക്ക് താഴെ ഒരുപാട് എല്ലാം വായിക്കുന്നുണ്ട്. ഒരുപാട് ദുആ വസിയത്ത് ഉസ്താദേ ഉസ്താദേ എന്ന് ആദ്യം തന്നെ ഉസ്താദേ ഉസ്താദേ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ദുആ വസിയത്ത് എഴുതുന്നുണ്ട്. എല്ലാം വായിക്കുന്നുണ്ട്. ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ എല്ലാ കമൻറ്റുകൾക്കും അപ്പോൾ തന്നെ ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകം ചില കമൻറ്റുകൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ആകെ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് വന്നിട്ടാണ് ഉസ്താദ് ഈ കമൻറ്റ് ഞാൻ എഴുതുന്നത് എന്നൊരു കമൻറ്റ് എഴുതിയിരുന്നു. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. റമളാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. ശഅബാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആരെല്ലാം എന്തെല്ലാം ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ പറഞ്ഞു, എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ മുഴുവനും അല്ലാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ. 10ാം ക്ലാസ്, +2, അതുപോലെ ഡിഗ്രി, മറ്റ് നീറ്റ് പരീക്ഷ, നെറ്റ് പരീക്ഷ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എഴുതുന്ന, ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളൊക്കെ ഉണ്ട്. ചെറുതും വലുതുമായ മുഴുവൻ പരീക്ഷകളിലും അല്ലാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാ പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും അല്ലാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. ആമീൻ.